വടക്കേ മലബാറിലെ ഈ വർഷത്തെ തെയ്യക്കാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നാളെ കോലത്തിരി രാജവംശത്തിന്റെ കുലദേവതയായ കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയരും. 21 കോൽ നീളമുള്ള കൂറ്റൻ തിരുമുടി കളരിവാതുക്കൽ ഭഗവതിയുടെ പ്രത്യേകതയാണ്. വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നാളെ രാവിലെ 6:40-നും 7-നും മധ്യേ ഭഗവതിയുടെ കലശം നിറയ്ക്കലോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. കളരിവാതുക്കൽ ഭഗവതി അമ്മയുടെ പെരുങ്കളിയാട്ടം നാളെ രാവിലത്തെ പൂജക്ക് മുന്നേ രാവിലെ 6 മണിക്ക് 6:30 മുഹൂർത്തം കലശം നിറയ്ക്കൽ. കലശം നിറച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിലുള്ള പൂജ കുറച്ച് ലേറ്റാവുന്നേ ഉള്ളൂ. അതിനുശേഷം 12 മണിക്ക് പന്തീരടി പൂജ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉച്ചപൂജ. ആ പൂജ കുറേ നേരത്തെ വരും. 4 മണിയാകുമ്പോൾ തിരുമുടി വരാൻ വേണ്ടിയിട്ട് ആ കണക്കിന് വരും. അതിൻ്റെ മധ്യത്തിൽ ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്. ഇവിടെ അമ്മ പൂപ്പിക്കേണ്ട നാനാജാതികൾക്കും ഉള്ള അവകാശം ഇവിടെ കൊണ്ടുവരും. ഓരോന്നും എന്തെല്ലാം വരിക തട്ടാൻ ഇവിടെ എല്ലാം നാളെ ദിവസം എല്ലാ ആൾക്കാർക്കും ഇവിടെ അവകാശമുണ്ട്. മുക്കുവന്മാർ മീനമൃത് രാവിലെ കൊണ്ടുവരും. മീൻ അവിടുന്ന് എവിടെയാണ് 3 പ്രാവശ്യം വല വീശിയിട്ട് ഈ അമ്പലത്തിൽ പൂക്കിയിട്ട് അവിടുന്ന് പൂക്കിയിട്ട് പബ്ലിക്കായിട്ട് കൊണ്ടുവരുന്നതാണ്. അതൊക്കെ നാളെ നിവേദ്യമുള്ള എല്ലാ നിവേദ്യവും നാളെ നടക്കുന്നുണ്ട്. വൈകുന്നേരം തിരുമുടി വരുന്നതോട് കൂടിയിട്ട് നമ്മളെ ഈ വടക്കേ മലബാറിലെ തെയ്യങ്ങളെ പരിസമാപ്തിയായി തിരിച്ച് വൈകുന്നേരം 6 മണിയോട് തിരുമുടി കാട്ടുന്നതായിരിക്കും. ഏകദേശം 4:30 മണിയോടെയാണ് കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയരുക. 7 കവുങ്ങുകളും വലിയ മുളകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൂറ്റൻ തിരുമുടി പച്ച മുളകൾ കൊണ്ടുള്ള കത്രിക പൂട്ടിട്ടാണ് ഉയർത്തുക. എൻ്റെ പേര് പുഴാതി നാലുപുരക്കൽ പ്രകാശനാചാരി. നമ്മൾ ഇവിടെ 5 തറവാട്ടുകാർ കൂടിയാണ് ഈ തിരുമുടിയുടെ പ്രവൃത്തി ചെയ്യുന്നത്. ഒന്ന് പുഴാതി, ഒന്ന് അഴീക്കോട്, ഒന്നാവ്, പള്ളിക്കുന്ന്, ഇങ്ങനെ പുറമേരി, ചിറക്കൽ, അങ്ങനെ 5 പേരാണ് ഇത് ചെയ്യുന്നത്. 5 പേര് നമ്മൾ 10-12 ആൾക്കാർ കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്. സംക്രമം മുതൽ നമ്മൾ ഈ പ്രവൃത്തി ഏർപ്പെടുന്നു. നെടുമ്പോയിൽ ഫോറസ്റ്റിൽ നിന്നാണ് ഇതിൻ്റെ തിരുമുടിയുടെയും മുള കൊണ്ടിരുന്നത്. 7 കഴിഞ്ഞ് 16 മുള ഉപയോഗിച്ചാണ് ഈ തിരുമുടി ഉണ്ടാക്കുന്നത്. തിരുമുടിയുടെ ഉയരം 21 കോല് 3.5 വിരൽ. അതിൻ്റെ കുടയുടെ വീതി 5.25. അങ്ങനെയാണ് ഈ തിരുമുടിയുടെ കണക്ക്. വ്രതക്കാരും അവകാശ പാരമ്പര്യമുള്ളവരും ചേർന്ന് ഓങ്കാര മന്ത്രധ്വനികൾ മുഴക്കുമ്പോൾ മുഖ്യ കോലക്കാരനായ മൂത്താനിശ്ശേരി ബാബു പെരുവണ്ണാൻ തിരുമുടി ശിരസിലേറ്റും. തന്ത്രി നൽകിയ ഉടവാൾ 3 തവണ കയ്യിലെടുത്ത് പ്രദക്ഷിണം വയ്ക്കും. ക്ഷേത്രപാലകൻ സോമേശ്വരി പാടിക്കുറ്റി, പഴശ്ശി, ചുഴലി ഭഗവതി, കാളരാത്രി എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. 6 മണിയോടെ ഭഗവതിയുടെ തിരുമുടി താഴ്ത്തും. തുടർന്ന് കലശത്തട്ടിൽ നിന്ന് പൂക്കൾ വാരി വിതറുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. അതോടെ വടക്കേ മലബാറിൽ തെയ്യക്കാലം കഴിഞ്ഞു. പിന്നെ തുലാം മാസത്തിലാണ് വീണ്ടും തെയ്യക്കാലം സമാഗതമാവുക. സുരേഷ് നാവത്ത്, കണ്ണൂർ 1. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.